ഇന്ന് രാവിലെ 6 മണിക്ക് പുതിയ ബാച്ചിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ 6 മണിക്ക് എണീറ്റതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ണി എണീറ്റിട്ടുണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ കിടക്കാന്ന് വെച്ചപ്പോഴത്തേനും എൻ്റെ അടുത്ത് വന്ന് കിടന്ന് ശല്യം ചെയ്യാൻ തുടങ്ങി. ലാസ്റ്റ് ഞങ്ങൾ എണീറ്റു. പുറത്തിറങ്ങിയപ്പോൾ പുറത്ത് നല്ലൊരു മൂടലൊക്കെ ഉള്ളൊരു കാലാവസ്ഥയായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് നേരം അവിടെ പുറത്തൊക്കെ ഇരുന്നു. ഉണ്ണി അപ്പോൾ അവിടെ പാത്രത്തിൽ പൊട്ടുകടലിട്ട് കഴിക്കായിരുന്നു കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പാത്രത്തിൽ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഇരുത്തുമ്പോഴാണ് മാത്രം അവിടെ കുറച്ച് നേരം ഒന്നിങ്ങനെ ഇരിക്കൽ. അപ്പോഴേക്കും അമ്മ ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് കഴിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുട്ടും പഴം നെയ്യിലിട്ട് വരട്ടിയതുമായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എന്നെ കളിക്കാനായിട്ട് ഇവിടെ പിടിച്ചിരുത്തിയേക്കാണ്. അപ്പം അമ്മ അതിൻ്റെ ഇടയിൽ എള്ളുണ്ടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കപ്പലണ്ടി പൊട്ടുകടലൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറുണ്ണാനായിട്ടിരുന്നു. ഞാൻ ചോറുണ്ണാനതിൻ്റെ ഇടയിൽ അമ്മ അവിടെ ഉണ്ണിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് പുറത്ത് നോക്കിയപ്പോൾ നിറച്ച് ഇല എടുക്കുന്നുണ്ടായിരുന്നു. ഫ്രണ്ടിലുള്ള തേക്കിൻ്റെ കൊമ്പ് ഇറക്കിയതാണ്. പിന്നെ നല്ല കാറ്റുള്ള ദിവസം കൂടിയായിരുന്നു ഇന്ന്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് അടിച്ചു വാരി കളയാമെന്ന്. ചൂലെടുത്തപ്പോഴേക്കും ഉണ്ണി ഉണ്ടായിരുന്നു. ചൂലൊക്കെ മേടിച്ച് കുറച്ച് നേരം അടിച്ചു വാരാനൊക്കെ പോയി. അടിച്ചു വാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തീടലെന്ന് പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു പണി. തീയൊക്കെ ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നുണ്ണിക്ക് അച്ചാച്ചനെ നോക്കിയിട്ടുള്ള കാത്തിരിപ്പാണ്. കുറേ നേരം നോക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോണൊക്കെ എടുത്ത് എന്താ കാണാത്തതെന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കാത്തിരുന്ന് കഴിഞ്ഞപ്പോൾ അച്ചാച്ചൻ വന്ന് ആൾക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് പോയി. അപ്പോൾ പഴംപൊരിയും ക്രീം ബണ്ണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അമ്മയ്ക്ക് കുറച്ച് കുടമ്പുളിയൊക്കെ കിട്ടിയിട്ട് അത് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കേ ഉള്ളൂ. ബായ്.